സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഓണമൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് സദ്യ ഐറ്റംസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കാ വറുത്തത്, അതുപോലെ കിച്ചടി, പായസമൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്ക് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് പരിപ്പിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടിയായിട്ടുള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായി കഴിഞ്ഞു. അടുത്തായിട്ട് ഇനി നമുക്ക് പയർ അലവാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം ചെറുപയർ നമുക്ക് അലവാക്കിയത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും ഞാനിപ്പം ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്നെ അറിയാമത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇനി നമുക്കിതൊരു ചൂടായി വരുന്ന, ഒരുപാടങ്ങ് മൂത്ത് പോവല്ല, ജസ്റ്റ് ചെറുതായിട്ടും ചൂടായി വന്ന ആ ഒരു പയറിൻ്റെ ആ മണമൊക്കെ ഒന്ന് വരുന്നിടം വരെ ഒന്ന് നമുക്കിത് പാനിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെറുപയർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് ബ്രൗൺ ആയി പോകല്, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ട് ആ ഒരു മണമൊക്കെ വരത്തില്ല, ആ ഒരു പരുവേ ആകാവും. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ചോപ്പറിലാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ ചോപ്പറിലേക്ക് പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെച്ചാൽ പൊടിഞ്ഞു പോകൽ, ഒരുപാട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചതച്ചെടുക്കില്ലേ, ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുന്ന അതുപോലെ കല്ലിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരുപാട് പൊടിഞ്ഞു പോകത്തില്ല, ജസ്റ്റ് ഒന്ന് ഇതായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇപ്പം ചോപ്പറിലിട്ട് നന്നായിട്ട് നമ്മൾ ക്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറത്തിലേക്ക് വന്നിട്ട് പാറ്റിയെടുക്കണം. അതായത് തൊലിയൊക്കെ, ചെറുപയറിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് മുറത്തിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് പാറ്റിയെടുക്കാം. നമ്മൾ ചെറുപയർ പൊടിച്ചത് മുറത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പാറ്റിയെടുക്കാം. പാറ്റെടുക്കാൻ നമ്മൾ അതേ മുറത്തിലിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. എല്ലായിടത്തും പാറ്റെടുക്കാൻ തന്നെയാണോ പാടെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ തൊലിയൊക്കെ പോയിട്ട് പരിപ്പ് മാത്രമായിട്ട് നമുക്കിങ്ങനെ കിട്ടും. അതിനാണ് നമ്മൾ മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പയർ നന്നായിട്ട് പാറ്റി എടുത്തിട്ടുണ്ട്. നല്ല കണ്ടോ, പരിപ്പ് മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് നമുക്ക് ആദ്യം നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പരിപ്പ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 3 വിസിൽ മതിയാവും. അപ്പോഴത്തേന് പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ കുക്കർ 3 വിസിൽ ആയിട്ടുണ്ട്, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം പരിപ്പ് വെന്തിട്ടുണ്ടോയെന്ന്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് കണ്ടോ, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുകി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പരിപ്പ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം ഇപ്പം എനിക്കിവിടെ കറക്റ്റ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അഥവാ ഒന്ന് കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ഇരുന്ന് കുറുകും, ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കല്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ആക്കി വേണം നമ്മൾ എപ്പോഴും പരിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ തന്നെ അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപ്പ് ഒരുപാട് തിളച്ച് പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓഫ് ആക്കാവുന്നതാണ് സ്റ്റൗവ്. അടുത്തായിട്ട് നമുക്കിനി കടുക് താളിക്കണം. അതിനൊരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ പൊട്ടിച്ച് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് പരിപ്പിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ കടുകും താളിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കടുക് താളിച്ച് നമ്മൾ പരിപ്പിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.